സോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒന്നും അറിയില്ല. സോ വൈകിട്ടിപ്പം സമയം 4:46. നമ്മളെ വീട്ടിൽ നേപ്പാളിൽ നിന്ന് വന്ന ഒരു അതിഥി നമ്മളെ വീട്ടിലുണ്ട്. സോ ആ അതിഥി സംഭവം 10-40 വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള അതിഥിയാണ്. ബട്ട് ഇന്ന് നമ്മൾ ആ അതിഥിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്താണ് സർപ്രൈസ് എന്നുള്ളതല്ലേ? യെസ്, ആ അതിഥി ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് ഇപ്പോൾ ഏകദേശം 5-6 ദിവസമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നേപ്പാളിൽ നിന്ന് ആയിഷയല്ല, ആയിഷയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. വൺ ആൻഡ് ഓൺലി ദ കിങ് ക്യൂൻ, സോറി ഡോ, ദ ക്യൂൻ കൽപ്പന ചേച്ചി. ഏത് ഷൂ കഴുകിയിട്ടതാണ്. സോ കൽപ്പന ചേച്ചി, ചേച്ചി എത്ര വർഷമായി ഇന്ത്യയിൽ? അതൊക്കെ മറന്നുപോയി, ഞാൻ ചോദിക്കരുത്. ഓ കിतना साल है. ഓ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് താങ്കളുടെ ഹിന്ദി. മലയാളം അല്ലേ ബെറ്റർ? 50 എന്ന് പറഞ്ഞ 50 വർഷം. നേപ്പാളിൽ പറഞ്ഞോളൂ എത്ര വർഷമായി? നേപ്പാൾ में बोलते सकते हैं 22 വർഷം. ചേച്ചി, നേപ്പാളി ഭാഷയിൽ ഞാനൊരു സുന്ദരനാണെന്നും ഇതൊരു സുന്ദരിയാണെന്ന് എങ്ങനെ പറയാ? നേപ്പാൾ ഭാഷ में है मलयालम नहीं है, नेपाल भाषा में मैं बोल सकते हो. സിന്ധു സിന്ധു സുന്ദരി എങ്ങനെ പറയാ? സിന്ധു ശിങ്കു 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 പറയ്. സുന്ദരിയാണ്. നേപ്പാളിൽ പറയുങ്ങള് നേപ്പാളില് നേപ്പാളി ഭാഷ അല്ല, ഞങ്ങൾ കേൾക്കാനാ. എന്താ ഇതില് മറന്നു പോവുക? ആരും ഉമ്മ മാറി. അതാ ഉമ്മാനെ പറഞ്ഞല്ലേ അത്. ഉമ്മ ചേച്ചി വരൂ, കുറച്ച് ഏറെ ഉള്ളൂ, വരൂ. അങ്ങനല്ല, നേപ്പാൾ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പറയും. നേപ്പാളി ഭാഷയിൽ സുന്ദരനാണ്. ചേട്ടന്റെ അടുത്തേക്ക് പോവാണ് നേപ്പാളി പറഞ്ഞു. നമ്മൾ ഫൈനലി നേപ്പാൾ ഭാഷ നമുക്ക് കിട്ടി. സോ ഇപ്പൊ ചേട്ടനെ കണ്ടിട്ട് എത്ര ദിവസമായി? ബായിനെ കണ്ടിട്ട് എത്ര ദിവസമായി? മിനിയാന്ന് കണ്ടല്ലേ? ഓ മിനിയാന്ന് കണ്ടല്ലേ? ഞാൻ പറഞ്ഞ 6 ദിവസമായി കണ്ടിട്ട്. 6 ദിവസം. അപ്പൊ നമ്മളിന്ന് ബായിനെ പോയി നെട്ടിക്കാൻ പോവാണ്. നമ്മള് വൈഫിനെ സർപ്രൈസ് ആയിട്ട് ബായിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോവാം. അപ്പം ചേച്ചി നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് അല്ലേ? അല്ലേ ചേച്ചി? എല്ലാം മറന്നു പോയി. ഭർത്താവിനെ കാണാൻ എക്സൈറ്റ്മെന്റിന് ഇപ്പം മലയാളത്തിൽ എന്താ പറയാ? സന്തോഷമായോ? ഹായ് ശരി, ഹേ ചേർത്താ മതി. ഹേ മാഡം, ഭർത്താവിനെ देखने के लिए है देखने के लिए ചേച്ചിനോട് റഷ്യയിൽ ചേച്ചി. അയ്യോ ഇടി മറന്നു. Муж, посмотрим, там работает, да, улица. അതന്നെ റോബോട്ടാ. ആയിഷല്ലേ? രണ്ടാളും ചെല്ലേ? വേണ്ട, നിങ്ങൾ രണ്ടാളൊന്ന് സംസാരിച്ചേ. അല്ല ചേച്ചി ഞാൻ പറയുന്നതിന്റെ റഷ്യൻ ഭാഷ നീ സംസാരിക്കണം. ഞാൻ പറയും. ഇനി നീ ചേട്ടൻ സുന്ദരനാണെന്ന് പറയും. നമ്മളിപ്പം ചേച്ചിന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി പോവെന്ന് പറയും. അതന്നെയാണോ? ചേട്ടന് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമ്മൾ പോകുമ്പോൾ എന്ത് മേടിക്കണമെന്ന് ചോദിച്ചു നോക്കൂ.
റഷ്യൻ ഭാഷയിൽ ചോദിക്കും. അതാകുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ എനിക്ക് വാങ്ങണ്ടല്ലോ. മനസ്സിലായില്ലേ? മൂശിലൊന്നും വേണ്ട. നിർമ്മല ക്യാമറമാനോപ്പരം. സോ ഗൈസ്, നമ്മളെ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ Сегодня погода очень дождь, не солнце не идут из здесь, там тоже там холодно. അതെ. Мы пойдут в машину. മെഷീൻ. ഓക്കെ. സോ ആക്ച്വലി ഇംഗ്ലീഷ് സോറി. നമ്മൾ ഇപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റ അഡ്ലേഡാണ് നമ്മളെ പോരാ. ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ മൈക്ക് നിൻ്റെയിലാണ് ടോക്കിയോ മോൾ എടുത്ത് പോലെ. പിന്നെ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെരുന്തട്ട എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ കോഫി ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ കോഫി അല്ല ഏറ്റവും കൂടുതൽ, ചായയാണ് കൂടുതൽ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചേട്ടൻ കോഫി ബോർഡിൽ പിന്നെ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. വേറെ അല്ലേ? പക്ഷെ അവിടെ കോഫി ബോർഡ് പേര്, പക്ഷെ അവിടെ കോഫി തോട്ടം ഇല്ല. ഉണ്ടോ? ഉണ്ട്. ഇല്ല. അപ്പം ക്യാമറമാൻ പിന്നെ 1 മിനിറ്റ്. അപ്പം ചേട്ടൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പം നമ്മൾ ചേട്ടനെ പോയിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓളെ എന്നാ സന്ധ്യ ക്യാമറ എന്തൊരു വൃത്തിയാണ് നോക്ക്. എല്ലാം ഞാൻ നോക്കണം എടുക്കാണ്. കാണിച്ചരാ. ഒന്ന് സൂം ചെയ്ത് ആ കൂടിൻ്റെ അവിടെ എന്തൊരു വൃത്തി നോക്ക്. കണ്ടോ? ഇതെല്ലാം ഞാൻ വൃത്തിയാക്കണേ. എന്തൊരു ബഹുമാനം എന്നറിയാം അവനക്ക്. ഞാൻ അടുത്തേക്ക് വരുമ്പോ അവൻ എണീറ്റ് നിൽക്കും. അത്രയും ബഹുമാനം. സുന്ദരി മോളെ, പഞ്ചാരക്കട്ടിയേ. ഓക്കെ, പോയിട്ട് വരാട്ടോ. ബൈ. വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ നോക്കിയാലും ഈ കാർ എടുക്കുന്നതോ 1 കിലോമീറ്റർ അങ്ങനല്ല, 1 കിലോമീറ്റർ പോകാനുള്ളൂ. പിന്നെ ഈ കാർ ആദ്യം മാറ്റി, പിന്നെ അത് എടുത്ത്, പിന്നെ ഇത് ഉള്ളിലേക്ക് വെച്ച്. നമ്മളെ പണ്ടത്തെ സ്വിഫ്റ്റിനെ മറക്കാൻ പാടില്ലല്ലോ. ഇതാണ് നമ്മളെ പണ്ടത്തെ ഹലോ, ആ വണ്ടി ഇപ്പൊ സ്റ്റാർട്ടാക്കാം. ആ ടാങ്കിന്റെ മുകളിൽ ആ വണ്ടിയിൽ എണ്ണ ഇല്ലെങ്കിൽ ഞാൻ മൂടി മൊട്ടടിക്കും. ഇത് എടുക്കലില്ല, പറ്റിപ്പോയിട്ട്. മൈ ഹസ്ബൻഡ്. അല്ല ഉമ്മ, ഒരു പ്രശ്നവും ഇല്ല. ഉമ്മ അപ്പോഴേക്കും നോക്ക്. നിങ്ങൾ പറയൂ, സബ്സ്ക്രൈബേഴ്സ് അറിയാം അതിൽ എന്തൊരു വൃത്തി കുറവാണുള്ളത്. ഒരു യൂട്യൂബർ ഉണ്ട് പാചകം, അയാൾ പറയൂ, നിങ്ങൾ പറയൂ. അല്ല, ഡെയിലി കുളിപ്പിക്കും. ഞാൻ കുളിച്ചില്ല, പട്ടി ഡെയിലി കുളിപ്പിക്കും. നല്ല ചളിയറിയാണ്. അത്രയും നല്ല വൃത്തിയിൽ വളർത്താം. സൂം ചെയ്തേ. ഞാൻ അതിനെ മണക്കുന്നത് പറഞ്ഞോ? ഇവിടെ അത് അവക്കാടോ ചീന മണയ്ക്കും. മേ ബി ഉമ്മ ഫ്രണ്ടിൽ ഇരിക്കണ്ടോ? ഇല്ലെങ്കിൽ ആൾക്കാരെ കയ്യിൽ നിന്ന് എനിക്ക്. നമ്മളിത് മല ഇറങ്ങാൻ പോവാണ് വീട്ടിൽ. ഇത് മാറ്റി ഗിയർ മാറ്റാൻ പറ്റില്ല. വിൻഡോ ക്യാമറ പുറത്ത് വെച്ചോ. ഇപ്പൊ വെച്ചാല് ഇത് അല്ലേ കാണുള്ളൂ. ഈ പുല്ലും തകിടും എന്താ കുഴപ്പം? നമ്മളെ വീട്ടിലത്തെ പുല്ലും തകിണ്ണും വരെ എന്തൊരു ഭംഗിയാ നോക്കി. ഓക്കെ, ഞങ്ങളെ വീട്ടില് 2 കുളമുണ്ട് ഫ്രണ്ടിൽ തന്നെ. ചൂടുകാലായി നേരെ പോയി ചാടാം. ഇന്നേ വരെ ആരും ചാടിയിട്ടില്ല. നമ്മളെ വീട്ടില് പിന്നെ തോടൊക്കെ ഉണ്ട്. അരുവിയും തോടും നല്ല പ്രകൃതി രമണീയമായ ഒരു വയനാടിന്റെ സെന്ററിൽ നിന്ന് ഒന്ന് വിട്ടിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? പക്ഷെ എല്ലാം നല്ലൊരു സുഖട്ടോ. എല്ലാം യാസിന്റെ വീട് എവിടെയാണ്? വീട് കൽപ്പറ്റ, വയനാട് അഡ്ലേഡ്. ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു ജുമാ അല്ല ഒരു പള്ളി ഉണ്ട്. ആ പള്ളീന്റെ അവിടെ വന്നാൽ ഇങ്ങനെ തന്നെ ബോർഡ് കാണാം, യാസീൻ വ്ലോഗ്സ്.
നമ്മളിതാ ഹൈവേയിലോട്ട് കയറിയിരിക്കാൻ വലത്തെ സൈഡ് നോക്കിയാൽ നമ്മളെ വീട് കാണാം. ഇത് എന്തു നമ്മളെ ഭംഗി കോഴിക്കോട് നിന്നെ റൂട്ടാട്ടോ. കാണാൻ എന്റെ ഓമലാളി. എന്താ അനാൻഷാക്ക് മാത്രമേ പാട്ട് പാടാൻ പറ്റൂ? സിംഗൂരും പാടിക്കൂടെ? സിംഗു പാടല്ലേ പാട്ട്? സിംഗു ഒരു പാട്ട് പാടിയാ? എനിക്കറിയില്ല ഒരു പാട്ട്. ഒരു പാട്ട് പാടി. പാട്ട് പാടുട്ടോ. അടുത്ത കേസ് ചിത്രം നീ ആയില്ലെങ്കിലോ? അല്ല ആയാലോ? വേണ്ട. കൊച്ചി അന്ന് ഇവിടെ അല്ലാതെ മേത്തക്ക് ഒരു 4 കൊല്ലം മുന്നേ പ്രളയം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരാള് മണ്ണിന്റെ അടിപ്പോയ സ്ഥലത്ത്. ഇതാണ് നമ്മളിവിടുത്തെ ഗവൺമെന്റ് കൊള്ളായ ഇതല്ലേ NSS കോളേജ്? NSS അല്ല, NSMU കോളേജ്. NSMU കോളേജ്. അതിന്റെ പുറത്തും പറയാം. ഇത് നോർത്തല്ല, ഇത് നീലക്കണ്ടി. നീലക്കണ്ടി മെമ്മോറി അല്ല, NSMU അല്ല അത്. ഇത് NMSM. എത്ര ആളുണ്ട്? 1 2 3 4 5 6. ഏട്ടാ ഒരു ഉള്ളിവട 4. ഉള്ളി ബജി വേണ്ട കേട്ടോ. പാർസൽ ഉള്ളിവട വേണ്ടേ? വേണ്ട. എന്താ വേണ്ടേ? പരിപ്പുവട എന്താ വേണ്ട? നിങ്ങക്ക് ഉള്ളി വെച്ച് കൊള്ളൂല കേട്ടോ. ഉള്ളിവട 3 മതി, പരിപ്പുവട 3, പഴംപൊരി 3. പഴംപൊരി, വേറെന്താ വേണ്ടേ? പരിപ്പുവട ഏതാ വേണ്ട? വേറെന്തൊക്കെ ഉള്ളത് കണ്ടിട്ട് പിന്നെ ഇത് മസാല വേണ്ടേ? സുഗീന് ഉമ്മാക്കൊരു സുഖി. നിനക്ക് പഴംപൊരി 3, പരിപ്പുവടയാണോ മസാല പോണ്ടേ? ഉള്ളിവട 3, സുഗീൻ 2, പരിപ്പുവട എത്ര വേണം? പരിപ്പുവട 2 മതിയോ? 2 പരിപ്പുവട. വേറെന്താ വേണോ? വേറെന്താ കടിയുള്ളത്? മുട്ട ബജി ഉണ്ട്, വേണോ? ഒരു മുട്ട ബജി വെച്ചു. വണ്ടീന്റെ ഷോക്കില്ലേ പൂർണ്ണമായിട്ടും പോയിക്കണ്. ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാരും വെയിറ്റ് കൂടിയിട്ട് അങ്ങനെ വരാൻ വഴിയില്ല. ഷോക്കില്ലേ ഇങ്ങനെ ഇരിക്കണേ. ഹലോ, ഇനി ഷോക്ക് മാറ്റേണ്ടി വരും. ഒന്ന് മുടി വെട്ടാൻ പോകുമ്പോ ഞാനും കൂടെ വരാട്ടോ. ആയിക്കോട്ടെ. കല്യാണം അടുപ്പിച്ച് ഉപ്പച്ച് ഷോക്ക് മാറ്റണേ. ഉപ്പച്ച് അന്ന് 4000 റുപ്യാന്ന് പറഞ്ഞേ. ഷോക്ക് 4000 റുപ്യക്ക് ഇത് കിട്ടൂല, വെറുതെ പറയുക. നല്ല ഭംഗിയുണ്ടല്ലേ? വണ്ടി കയറ്റാൻ പറ്റില്ല. വല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ എങ്ങനെയുണ്ട് ഗ്രൗണ്ട്? നല്ല ഭംഗിയുണ്ട്, പക്ഷെ ചെളിയൊന്നും ഇല്ലാത്ത നല്ല ഗ്രൗണ്ട് കേട്ടോ. നോക്ക് ചമ്പ്രമല നല്ല ഭംഗിയില്ലേ? ക്യാമറയിൽ ഒന്നും കിട്ടലുണ്ടാവില്ല. കോട വെച്ച് മൂടിയൊക്കെ. ഇവിടെയാണ് ഉള്ളിൽ കയറ്റാൻ പറ്റും ചേച്ചി? കയറ്റി നോക്കാല്ലേ? ആരാ ഇവിടെ കുറിച്ച് കയറുന്ന ഇവിടെ ഉണ്ടല്ലേ? ഉള്ളിലൊരാളുണ്ട്. അറിയോ? ആ ആളെ അറിയോ? ഇവിടെ ഇറങ്ങാൻ പറ്റൂലേ? അട്ടണ്ട എന്താ താത്ത ഇവിടെ പാമ്പ് കൊണ്ട് മനസ്സിലാക്കാണ്. പാമ്പുണ്ടോ എന്ന് പറയും. അട്ടൻ എന്തിനാ പേടിക്കുന്നല്ലേ? ഇറങ്ങിക്കൂടി ഇറങ്ങിക്കൂടി. വണ്ടി എവിടെ വെക്കണ്ടേ? താഴെ വെക്കണോ? ഒരു മിനിറ്റ്, ഞാൻ വണ്ടി സൈഡാക്കി. അവന്റെ മേലെ കയറ്റാക്കാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? ഇവിടെ രാത്രി ആരുണ്ടല്ലോ? ഭാവി ഒറ്റക്ക് ഉണ്ടാവുള്ളൂ. എല്ലാരും ഗ്ലാസ് ഈ ഓഫീസിനാണ് ചില്ലൊക്കെ പൊട്ടിയ ഓഫീസല്ലേ? അല്ല കോഫി ബോട്ടിൽ കോഫി ഇട്ടുപോ. ഒന്ന് റിട്ടേൺ പിടിക്കാം സാർ, ഒന്ന് റിട്ടേൺ പിടിക്കാം. കോഫി ബോട്ടിൽ കോഫി ഇട്ടോ? കോഫി കോഫി കിട്ടണോ? നോക്ക് ഇവിടെ കോഫി കിട്ടാൻ ഇവിടെ സ്വീറ്റ്സ് കിട്ടും,
പിന്നെ ഇത് കിട്ടും, തൈകൾ കിട്ടും. നോ നോ കോഫി കോഫി ചായ. മറ്റേ ഇത് ബിറ്റ് ആ തൈ തൈ. കാപ്പിപ്പൊടി ഇട്ടോടാ, കാപ്പിപ്പൊടി. കാപ്പി ഇത് വണ്ടിയിൽ വെച്ചോടി. വീട്ടിൽ പോകാൻ നമ്മൾ കോഫി ഉണ്ടാക്കാം, അല്ല ചായ ഉണ്ടാക്കാം. എന്നാ ഇത് കടി എടുത്ത് കൊടുക്ക്. ഇല്ലല്ല ആ ഞാൻ പോവില്ല. എന്താ കടി എണ്ണ കടി കഴിക്കില്ല. ഒരെണ്ണം ചേച്ചി ഉണ്ടാക്കിയത് നേപ്പാളി കടി. ചേട്ടൻ ഭയങ്കര ഷുഗർ ഇതാണ് നമ്മള് പല ടൈപ്പിലുള്ള കടിയുണ്ട്. പരിപ്പട ഉണ്ട്. ചേച്ചി രാവിലെ തുടങ്ങിയതാ. ഉള്ളിവട, പഴംപൊരി, സുഖിയൻ. ഇത് എവിടെ ഇത് ഹോട്ടലിന് കൊണ്ടുവന്നതാണ്, കോഴിക്കോട്. രാവിലെ തുടങ്ങിയതാ. ഹോട്ടലിൽ ഉണ്ടാക്കിയാണ്. അല്ലല്ലേ ഇതാ ഇഷ്ടംപോലുണ്ട്. എടുക്കാം ഇതാ ചേച്ചി എല്ലാവർക്കും ഓരോന്നും കൊടുക്കും. അവിടെ പോയി കഴിക്കാം. ചേച്ചിക്ക് ഏത് കടി വേണം? പഴംപൊരി ഉണ്ട്, പരിപ്പടുണ്ട്. ഉമ്മാക്ക് എന്ത് കടിയാ വേണ്ടേ? സുഖീൻ ഇതിലിപ്പോ ഏതാണ്? ഞാൻ പറഞ്ഞല്ലോ സുഖിനി ചെറുപയർ. ആ ഇതായിരിക്കണം. ആയിഷക്കോ അന്ന് പോയ സ്ഥലത്ത് പോവാം. എന്ത് ഇഷ്ടം എല്ലാം ഉണ്ട്. അട്ടണ്ടാ ഇല്ല അട്ട ഇല്ല. ഇതെന്താണ്? പ്രേതോ? വെള്ളാട്ടപ്പൊക്കം. വെള്ളാട്ടപ്പൊക്കം. നാളത്തെ കമന്റില് ഒരു വർക്കൗട്ട് ആയില്ലേ? അല്ല അത് ഇത് എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നോ. അന്ന് എല്ലാരും ഇട്ടുകണി കട്ടാക്കിട്ട് ഇടുന്നോ. അതിലുള്ള തമാശ ഒക്കെ ഇട്ടുകണു. പിന്നെയാണ് ഞാൻ കാണുന്നത്. തമാശല്ലേ വേണ്ടേ? വീഡിയോ ഉണ്ടോ? ആണോ? ഞാൻ വിചാരിച്ച ഓരോ നമ്മള് ബാക്കി എഡിറ്റ് ചെയ്തിട്ട് ഇടൂലേ. മൊത്തം ഇടുമ്പോ ഞങ്ങളെല്ലാം ഇടും. ഉമ്മ ഫ്രണ്ടി വെക്കണം. മതി ഇനി കട്ട് ചെയ്ത് തിന്നോ. ഞാൻ തമാശക്ക് 5 ലക്ഷം രൂപ വിറ്റോളിന്ന് പറഞ്ഞു. നേപ്പാൾ ഭാഷ എനിക്ക് അടി കിട്ടും അവിടെ പോയാല്. സിംഗു എന്ന് പറഞ്ഞില്ലേ തമാശക്ക് 5 ലക്ഷം ചേച്ചിന് വിറ്റുന്നേ. നേപ്പാളിൽ പറഞ്ഞ അവിടെ പോയി അടി കിട്ടുന്ന്. തമാശ അല്ലേ? ഇവിടെ അട്ടണ്ടാ ഉള്ളിൽ പോയണ്ടാവുമ്മ. ഇവിടെ കയറാൻ പറ്റില്ല. എപ്പോ അട്ടയില്ല താത്ത. ഈ ജനങ്ങളാണ് അട്ടായി. ഈ ജനങ്ങൾ ചോറ് അങ്ങോട്ട് വലിക്കാണ്. സ്ഥലങ്ങളൊക്കെ കാണാം. ബാ. അതിന് മേലെ കയറാം ഓഫീസൊക്കെ. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് കണക്കാ. വാ അവിടെ നല്ല ദിവസമാ. റോട്ട് കൂടെ റോഡ് കൊണ്ട് കുറച്ച് കഴിഞ്ഞ ഓഫീസിൽ പോകല്ലേ. കാർ ഇവിടെ വെച്ച കുഴപ്പമുണ്ടോ? ഇവിടെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതാ ഇന്ന കാറതാ. താക്കോൽ ഇവിടെ തന്നെ വെക്കാം. എന്നാല് അത് കടിയാക്കട്ടെ വെച്ചോടി. കടി എടുക്കാം. പോണ വഴിക്ക് കഴിക്കാം. വരി. ഇവിടെ എന്തൊക്കെയുണ്ട് ആനിമൽസ്? പറയൂ. ആന വരും. സീരിയസ് ആയിട്ട് പറയൂ. പുലിയില്ല. ആനിമൽസ് ആയിട്ട് നമ്മ പുലിയുണ്ടോ? ഇവിടെ പുലി ഇറങ്ങും. ഇന്നലെ നമ്മുടെ ക്വാർട്ടേഴ്സിലിറങ്ങി ആന ഇറങ്ങിണ്ടാനോ. ആണോ? നിങ്ങളുണ്ട്? ആനേനെ കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോട്ടോ അത് ഡിലീറ്റ് ആയിക്കണം തോന്നുന്നു. നമ്മുടെ മുറ്റത്ത് നമ്മുടെ എടുത്തത് നല്ല നിങ്ങളെ ഓട്ടേസിലാണോ ഇന്നലെ നിങ്ങളെ താമസിക്കുന്നേ? കുട്ടിയാനല്ല വലിയാനാ. ചോറൊക്കെ തിന്നു പോകും. പിന്നെ കരിമ്പുലി കാണാൻ പറ്റുന്ന ഏക സ്ഥലം ഇതാ. കരിമ്പുലി പണ്ട് ഇവിടുന്ന് കരിമ്പുലിനെ പിടിച്ചിട്ടുണ്ട്. പേടിയായത് ഇങ്ങനെ നോക്കിയിട്ട് ബാത്റൂം കൂട്ടി കിടക്കും. ഏട്ടാ അവിടത്തോടോ? ഇല്ല ഇവിടെയോ? അവിടെ വരും. അവിടത്തോടെ വരും. ഇന്നലെ ആരോ നിൽക്കുന്നേ. മിന്നാന്ന് രാത്രി ഇനി വരുമ്പോ വിളിക്കുക. അവളെ കൊണ്ടത് കാണിച്ചു കൊടുക്കാം. ആൾക്കാരെന്താ ചെയ്യാ? ആൾക്കാരൊന്നും ചെയ്യില്ല. പക്ഷെ അവിടെ നിന്നാൽ ആന ചെയ്തു. പിന്നെ കൊറേ നടക്കണ്ട. മഴ പെയ്ത് കഴിഞ്ഞാല് നനയേണ്ടി വരും. പുലി അപ്പൊ നമ്മുടെ ഫോണ് വായിക്ക് പുലി കണ്ടു. അപ്പൊ അവിടെ നിന്നാണ്. അപ്പൊ പുലി അപ്പൊ നീ എന്താ ചെയ്തു? ഞാൻ ഒന്നും ചെയ്യില്ല. ബാക്കി പുലി ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ എന്താ നമ്മളൊന്നും ചെയ്യണ്ട. ആന ചെയ്തോളൂ. RCRS. ഇവിടെ അല്ലല്ലോ ചേട്ടൻ താമസിക്കണേ. താമസം അപ്പൊ ഡ്യൂട്ടി എത്ര വരെ ഉണ്ട്? 12 മണി രാത്രി. നമ്മുടെ ഷഡ് ഇതാണ്. പച്ചമേല ഇത് പൊടിഞ്ഞ് ഇതായി വെള്ളം ഇനി ശരിയാക്കണം. സീസൺ 3 വർഷം ഉള്ളു. ഇനി കഴിഞ്ഞ് 36 വർഷമായി ഇവിടെ നിൽക്കുന്ന ഞാൻ. 36 വർഷോ? അല്ല പിന്നെ റിട്ടയർ ആവണോ? ഇവിടെ തന്നെ നിന്നാ പോരെ? അല്ല ഈ ഷെഡിൽ നിൽക്കാനും ചോറുന്നാനോ?
ഇവിടെ കാപ്പിയുടെ ചായ ചെടികളെല്ലാം കാണുന്നതിന് ഫുള്ള് കാപ്പിയാ കാപ്പിത്തോട്ടം അങ്ങോട്ടാ. പിന്നെ അവിടെ നഴ്സറിയിലെ കണ്ടോ തൈകളുണ്ടോ? ആ അപ്പുറത്തെ ഒരു ഗേറ്റില്ല, അങ്ങോട്ട് കാറായിട്ട് പോയാൽ മതി. നടന്നു പോണ സുഖല്ലേ? ഞാൻ ഇവിടുത്തെ വലിയ മതിലായിട്ടാണ് ഇങ്ങനത്തെ തോട്ടം ഈ ഫുള്ള് ഇതാണ്. അംബാനിയേക്കാൾ പൈസക്കാരനാണ്. ഭരണക്കാരൻ 100 ഏക്കർ സബർജലി തോട്ടം, 100 ഏക്കർ ഈ വയനാട് മൊത്തം മതി മതിയടി വാ. ഇതാണ് ഞങ്ങൾ അതിമനോഹരമായ പെരുന്തട്ട. അതാണ് എൻ്റെ ക്യാമറമാൻ മണ്ണപ്പേ. ഇതാണ് ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള ഒരു സ്കൂൾ വേറെ ഇവിടെ ഉണ്ടാവില്ല. UP സ്കൂൾ നോക്കൂ, വ്യൂ നോക്ക്. കൽപ്പറ്റ ടൗൺ, പ്രകൃതി ഭംഗി, സൂപ്പർ അല്ലേ? ബ്യൂട്ടിഫുൾ വ്യൂ. ചേച്ചീൻ്റെ വീടില്ലേ ഇതിലേ പോയാലും അടുത്തൂലേ ചേച്ചി? ഇതിലേ പോയാൽ എത്തും. എത്ര കിലോമീറ്റർ നടക്കണം? എത്ര ദൂരം നടക്കണം? ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അത്രേ ഉള്ളോ? പക്ഷെ അട്ട കടിക്കൂലേ? അട്ട വേനൽക്കാലാവട്ടെ അപ്പം നമുക്ക് പോവാം. ഈ ഒരു വ്യൂ. പക്ഷെ ഇതുണ്ടല്ലേ, ഇവിടെ പണി നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. പണ്ടൊക്കെ വരുമ്പോൾ എന്തൊരു വൃത്തിയിലറിയാലോ തോട്ടം മൊത്തം കാണുക. എന്ത് നല്ല ഭംഗിയിൽ കാണുന്ന തോട്ടമായിരുന്നു. ഇല്ലല്ലേ, ഒരു സൈഡിൽ അട്ടേൻ്റെ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. പോണ വഴിക്ക് നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ചായക്കടയിൽ കയറിയിട്ട് നമുക്ക് ചായ കുടിക്കാം. സുഹൃത്തുക്കളെ, എനിക്ക് എന്താ പറയണ്ടേ അറിയില്ല. അതല്ല, ഉരുൾ പൊട്ടിയില്ലേ? ഞാൻ കാണിക്കാം. ഉരുള് പൊട്ടിയിട്ട് സർക്കാർ ഇപ്പൊ പുതിയ വീടുണ്ടാക്കി കൊടുക്കുന്നില്ലേ? ആ കാണാണ്, ആ ചുവപ്പ് കളർ കണ്ടോ? ആ അതാണ് പുൽപ്പാറ. നമ്മളെ ബൈപ്പാസിന്റെ അവിടെയാണ് എല്ലാവർക്കും വീട് വരാൻ വേണ്ടി പോണത്. വീട് മാത്രല്ല, ടൗൺഷിപ്പ്. അത് ഉപ്പച്ച് തല്ലിയതല്ലേ? ടൗൺഷിപ്പ് തന്നെയാണ്. വരട്ടെ. എന്തിനാ അവിടെ ഹോസ്പിറ്റലൊക്കെ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എല്ലാം അതിനുള്ളിൽ തന്നെ, സൂപ്പർ മാർക്കറ്റ്, സ്കൂള് ഒക്കെ അതിന്റെ ഉള്ളിൽ. ഓക്കെ ഇതൊക്കെ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുറെ നഷ്ടങ്ങൾ ഉണ്ടായില്ല. അപ്പൊ ഇനി ഫ്യൂച്ചറിലെങ്കിലും അവര് നന്നായി ജീവിക്കാൻ. ഇത് കൽപ്പറ്റ ടൗണ്. ഇത് ഇവിടെയാണ് ഉണ്ടാക്കണത്. എല്ലാം ഇവിടെ തന്നെ ഇല്ലേ? എന്നാലേ അവർക്ക് ഇനിയെങ്കിലും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഓലിക്കായിട്ട് ഫുള്ള് അതിന്റെ ഉള്ളിൽ തന്നെ ഒക്കെ ചെയ്യാം. ഞാൻ ഉദ്ദേശം അതാണ് ടൗൺഷിപ്പ് തന്നെ ഉദ്ദേശിച്ചത്. ഹോസ്പിറ്റലിന്റെ അല്ല എന്തായാലും ചെയ്യുന്ന. ആ കാണുന്നില്ലേ, അതിന്റെ തൊട്ടടുത്താണ്. അവിടുന്ന് ഒരു 100 മീറ്റർ മാറിയാലാണ് ലീവ് ഹോസ്പിറ്റൽ വരുന്നത്. ഫ്യൂച്ചറിന് വേണ്ടി അവര് സെറ്റ് ചെയ്ത് വെക്കുവോ? എന്തായാലും ചെയ്യുമല്ലേ? കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിക്കണ എന്താ, ആ പൈസ ഓർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ജീവിതം മുന്നോട്ട് അങ്ങനെ ആരെങ്കിലും പൈസ കൈ കൊടുക്കുവോ? ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ നാളെ എനിക്കെതിരെ കമന്റ് ബോക്സിൽ തരികട്ടോ. നല്ല ഭംഗിയുണ്ട്. കോട നിറഞ്ഞു. കോടമഞ്ഞിൻ ഹോയ് ഹോയ് സൈഡ് നിന്ന് ഹോയ് ഹോയ് വണ്ടി വരുന്നുണ്ട്. എല്ലാരും അട്ടയെ പേടിച്ചിരിക്കുക. ചേച്ചിയുടെ മേത്ത് അട്ട കയറിയോടുകൂടി എല്ലാവർക്കും പേടി. അട്ട നമ്മള് വീഡിയോ എടുത്തില്ല. അതെങ്ങനെ എങ്ങനെ കയറി? നടുവി നടന്ന ചേച്ചിയാ പേടി. സ്പൈഡർമാൻ അട്ട നോട്ട് സ്പൈഡർ എന്റെ മേത്തോട്ടല്ലേ? അത് വേറെന്തോ സാധനം, പ്രാണി. അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു ഇതെങ്ങനെ മനസ്സിലായിട്ട് കയറി. അത് കടിക്കും, ഇങ്ങനെ കടിക്കും, എന്നിട്ട് ചൊറിയും. അതാണ് മനസ്സിലായി. അപ്പൊ നമ്മള് വായു കാരണം എന്താ വെള്ള കളറിൽ വേഗം കയറുന്നു. ആണോ? എന്നാ നമുക്ക് പോവാ. എനിക്ക് നിങ്ങൾക്ക് ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതാണ് അതിനുശേഷം എനിക്ക് മുടി വെട്ടാനൊക്കെ പോവാണ്ട്, അതുകൊണ്ട് നമുക്ക് പോവാ. മുടി വെട്ടുമ്പോ ഞാൻ കൂട്ടു പോകുന്നതാണ്. എല്ലാ ദിവസവും എനിക്ക് എന്താ അവിടെ പോയി ചെയ്യണേന്ന് അറിയണം. ഇത്രയും കാലം മുടി വെട്ടാണ് എല്ലാ മാസം, ഒരു മാസം 2 പ്രാവശ്യം മുടി വെട്ടാൻ പോകും. മുടി വെട്ടുന്നില്ലേ? നോക്കട്ടെ എന്താ അവിടെ ഇതിനും മാത്രം എന്താ വെട്ടുന്നേ. അപ്പൊ എനിക്ക് അതൊന്നൊക്കെ ഒന്ന് പോയി ഒന്നും വാച്ച് ചെയ്യണം. സന്തോഷായില്ലേ?
സന്തോഷായില്ലേ? പെരുന്നിട്ടൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് വന്ന് ചായച്ചടിയൊക്കെ കണ്ട് കോഫി ഹൗസൊക്കെ കണ്ട് ചേച്ചീന്റെ ബായിനെ കണ്ട് ഞങ്ങൾ ചേച്ചി ഭാര്യനെ കണ്ടു കഴിഞ്ഞാന്ന് പറയണേ ഞാൻ എന്നും പണി കഴിഞ്ഞ് വീട്ടിൽ പൊക്കോട്ടെ 10 മണിയായാലും 12 മണിയായാലും ഞാൻ ബസ്സിൽ കയറി പൊക്കോട്ടെ നടക്കൂല ഞാൻ വീട്ടിൽ പോയിട്ടെ 2 ദിവസം കഴിഞ്ഞ് വരട്ടെ മിസ് ചെയ്യണ്ട ബായിക്കൊരു മിസ്സില്ലല്ലോ. കേട്ടി കൊണ്ടൊക്കെ 12 മണിയായാലും 10 മണിയായാലും പൊക്കോട്ടെ. എന്താ ബായി മിസ് എന്താണ് മിസ് എന്ന് വെച്ചാല് എന്തോ ഇപ്പൊ മലയാളത്തിൽ വെച്ച പോലെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാം. ശിങ്കു എപ്പോഴും ചോദിക്കൂ ഉപ്പച്ചി എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? റഷ്യയിലുള്ളപ്പ എനിക്കൊന്നും മിസ് ചെയ്യുന്നില്ല. ഉപ്പച്ചി പറയും ഇല്ല. ഇല്ല മിസ് ചെയ്യണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഉമ്മ പറഞ്ഞ ഉപ്പച്ചിക്ക് അതെന്താന്ന് മനസ്സിലായിട്ടില്ല. ഇതെന്താ ഈ മുട്ട മിസ് എന്താന്ന് എന്താ മുട്ട തുറന്നു കുട്ടിക്കുണ്ടാവും. എന്നാ അത് യൂസ് ചെയ്യും. പൊട്ടിയ മുട്ട ചീത്തായിട്ടുണ്ടല്ലോ ഒന്ന് നോക്കോ. ഫ്രിഡ്ജിലല്ലേ അങ്ങ് ചീത്ത ഉമ്മ. വേണ്ട ഉപ്പച്ചി യാത്ര നമുക്ക് നോക്കിയെടുക്കാം. ടോക്കിയോ കൊടുക്കാം. പക്ഷെ ഉപ്പച്ചി യാത്ര എന്നാ ആർക്കും വേണേ ടോക്കിയോ കൊടുക്കണം. അപ്പൊ പറയും. അപ്പൊ ഇനി സമൂസ ഉപ്പച്ചിക്ക് വന്നേരം ഉപ്പച്ചിക്ക് ബ്രെഡും വാങ്ങി വന്നിട്ട് ഉപ്പച്ചിക്ക് ബ്രെഡും ആഴ്ച എന്തോ ഉണ്ടാക്കുന്നുണ്ടടാ. ബ്രെഡ് ഓംലെറ്റ് ആണോ? എന്നിട്ട് വേണം നമുക്ക് സമൂസ ഉണ്ടാക്കാന്. ഇല്ല ഉണ്ടാക്കിയേക്കോളൂ എന്ന് പൊരിക്കോ? എനിക്ക് വയറ് പറഞ്ഞു കടിയൊക്കെ കയറ്റിട്ട്. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഫുഡൊന്നും വേണ്ട. എനിക്ക് ഫുള്ളാ. മാഗി ഉണ്ട് വിശക്കുണ്ടെങ്കിൽ ഇന്ന് മാഗി ഉണ്ടാക്കാൻ വേണല്ലേ രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഇല്ല. ഇട്ടോ എരിവുണ്ട്. അപ്പൊ ഉമ്മ കാര്യം പറയും. ഇങ്ങനെ പറയും. ഈ സമൂസൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചത്. ഇവിടെ സമൂസ ഉണ്ടാക്കണം പറഞ്ഞു. സമൂസൊക്കെ എല്ലാം ഒരാൾ വരുമ്പോ ഒരാൾ പോവും, ഒരാൾ വരുമ്പോ ഒരാൾ പോവും. അങ്ങനെയാണ്. ബാക്കി സമൂസക്ക് ഉള്ളി വീട്ടിൽ കാണിക്കും. എനിക്ക് ഉണ്ടാക്കാൻ മടിയാ. നല്ലൊരു സവായ ഉണ്ടാക്കിട്ട് കമന്റ് കണ്ടത്. അത് കമന്റ് മൈൻഡ് ആക്കണ്ട. അത് എന്താ പറഞ്ഞത്? യാസീൻ വീട്ടിലെ കോഴിയാണിത്. ഇത് നോക്ക്. പിന്നെ കാപ്സിക്കം, ക്യാരറ്റ്, പിന്നെന്താ? ചിക്കൻ. ചിക്കൻ ഇല്ലാണ്ട് ഒരു സമൂസ. അപ്പൊ ഇവര് ഇത് വാങ്ങിക്കൊണ്ടു കുറെ ദിവസമായി. എന്തെന്നാ സമൂസ ഷീറ്റ്. ഞങ്ങളിന്ന് സമൂസ ഉണ്ടാക്കി. ചിലപ്പോ ഒന്ന് ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ബട്ടർ ഒന്നുമില്ല. ബട്ടറൊക്കെ വരണമെങ്കിൽ ഞാൻ മേടിച്ച് വെക്കണം. അതൊക്കെ സ്റ്റോക്ക് ഉണ്ടായത് ഞാൻ ഉണ്ടാക്കി തീർത്തുപോയി. അത് പൊറോട്ട ഇതിന്റെ അല്ല, സോറി, സമൂസന്റെ ഷീറ്റ് അല്ലേ? അത് ചൈന ഗ്രാസ്. അത് ക്രീം ചീസാ. അത് വേണമെങ്കിലേ ടോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ പരത്തിക്കോ. മനസ്സിലായില്ല? അല്ല, ക്രീം ചീസാ. സന്തോഷം നോക്കി ബായി വിളിച്ചാലാ നമ്മളവിടെ പോയി വന്നില്ലേ. അപ്പൊ ബായി അവിടെ കരണ്ട് നക്കാൻ പോയി. ശരി അപ്പം ഇപ്പൊ ഞാനാണ് വീഡിയോയില്. ഉമ്മല്ല, ഉമ്മ ചെറുതായിട്ടൊന്ന് ഉടക്കിപ്പോയി. ഞങ്ങളായിട്ടല്ല കേട്ടോ, ഉപ്പച്ചിനായിട്ട് ഹസ്സുമായിട്ട് ഒന്ന് ചെറുതായിട്ടൊരു സൗന്ദര്യ പിണക്കം. ഉമ്മ ലൂയിന്റെ പോലെ പെട്ടെന്ന് പിണങ്ങും. അപ്പം ഞാൻ എന്ത് ചെയ്ത് എന്തൊക്കെയോ തിന്നാൻ തോന്നണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവിടെ മാഗി ഉണ്ടീനു. അപ്പം മാഗി ഉണ്ടാക്കി. പിന്നെ ഇതേ ഐഷ സമൂസൻ്റെ പണി മസാലയൊക്കെ ആക്കി. ഐഷ ഉണ്ടാക്കി.
മടക്കി വെച്ച് ഇന്ന് പൊരിക്കൂല, ഫ്രീസ് ചെയ്യും അല്ലേ? ഇവിടെ നാളെ വല്ലതും പൂതി തോന്നുമ്പോൾ പൊരിക്കും. നമ്മ നാളെയും കൂടി ഉള്ളൂ ഇവിടെ. മറ്റൊന്ന് ട്രിപ്പാ. ഓയ് അസിഡിറ്റി. ഇപ്പോൾ സോ ഗൈസ് ഒരെണ്ണം മടക്കി വെച്ച് കണ്ടോ. ഇത് എനിക്കൊന്നും ഇത്ര പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല. നല്ല പെർഫെക്ഷനിസ്റ്റ്. ഹെൽപ്പ് ചെയ്യണോ? അതാണ് ഇവർക്ക് ഭയങ്കര ക്ഷമയാണ്. നമ്മൾ റഷ്യയിലത്തെ നോമ്പറക്കൊക്കെ കുറേ കൊണ്ടുവരും സമൂസ, കുഞ്ഞും മറ്റേ പെരുന്നാളിനൊക്കെ പൊട്ടിക്കുന്ന പടക്കം പോലെ. എങ്ങനെ മടക്കാൻ പറ്റണെന്ന് എനിക്ക് മനസ്സിലാണ്. ഷീറ്റൊക്കെ ഉണ്ടാക്കി മടക്കി കൊണ്ടുവരും. ഓ ട്രയാങ്കിള്. അപ്പോൾ ഗൈസ് ഇനി ഓരോന്ന് മടക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നടുക്കിൽ ചെന്നപ്പോൾ എന്തോരാക്കി. എന്താ ഒപ്പിച്ച് മസാല ഫില്ലിങ് കുറച്ചാക്കിയോ? ഓക്കെ ഇത്രേ ആക്കിട്ടോ. അവസാനത്തെ ഇത് ഫ്രീസറിലോട്ട് വെക്കാം. നമ്മ ടിന്ന് ആകിലോ വെച്ചാൽ മതി. കൊള്ളൂലേ? അതിലിങ്ങനെ നേരെ നേരെയായി വെച്ചാൽ മതി. നമ്മ അതേ സമൂസ വെക്കാനുള്ള ടിന്ന് തപ്പായിരുന്നു. അങ്ങനെ ടിന്ന് വന്നിട്ടുണ്ട്. കണ്ടെയ്നർ വന്നിട്ട് ഇത് വിഷമുണ്ടാക്കിയതാട്ടോ. കുറേ ഉണ്ട്, ഒത്തിരി സമൂസ ഉണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ കയറ്റി വന്നിട്ട് നാളെ നമ്മൾ ടിൻ പെട്ടെന്ന് പൊരിച്ചത് അല്ലേ? പുറത്തേക്ക് വരാം. യു ഡിഡ് ഇറ്റ്. സമൂസ അയക്കുമെന്ന് അറിയൂല. നിങ്ങളൊന്ന് കമന്റ് ചെയ്യാക്കണേ. അല്ല ഐശു, നമ്മളെന്തുണ്ടാക്കിയാൽ പറയൂ. സമൂസ അതിന് മേലെ വെച്ചമ്മ. നിങ്ങൾ കടയിൽ പോയി പഠിക്കേ. നമ്മളന്ന് ഷവായ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കുന്നേ? ഞാൻ യൂട്യൂബിൽ നോക്കി അടിച്ചു നോക്കിയിട്ടുണ്ടാക്കി. എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി. കഴിഞ്ഞോ? ഇല്ല, അത് ഫ്രീസറിൽ വെക്കാം. ചിക്കൻ ടിക്ക അങ്ങനെ ഷീറ്റും എല്ലാം ഒപ്പിച്ചിട്ടോ. ഇതിങ്ങനെ ചിക്കൻ പൊട്ടി തെറിച്ചതില്ലേ, ഇങ്ങനെ കട്ട് ചെയ്യും ചെറുതായിട്ട്. എന്നാ അത് പറയണ്ട, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം റെസിപ്പി. അല്ല ഇന്നിപ്പോ ചെയ്യൂലല്ലോ, നാളെ. അത് ഫ്രീസറിൽ അങ്ങനെ തന്നെ വെച്ചേക്കണ്ട്. നാളെ എടുത്താ പോരെ, ഷീറ്റില് ചീത്താവും. അല്ല ആ പാക്കറ്റിൽ തന്നെ ആക്കി വെച്ചു. അത് എസ്റ്റിലിട്ട് ഇതിലിപ്പോ കൊള്ളൂലല്ലോ. അമ്മ സൈഡിൽ വെക്കും. ഇതേ ഗ്യാപ്പ് ഫില്ല് ചെയ്തേ. അമ്മ കണ്ണാണില്ല ഒന്ന്. അതെ അടക്കണ്ട, അങ്ങനെ തന്നെ കയറ്റി ചെയ്യല്ലേ. ഇതേ ഇവിടെ ഇതൊക്കെ അല്ലേ, ഇതൊക്കെ കുഞ്ഞാവാമല്ലോ. എന്താന്നാ ഓരോരുത്തർ വിൽക്കാൻ കൊണ്ടുവരും. അപ്പൊ പറയും ഇവിടം വരെ അത് കേറി വരുന്നല്ലേ ഇറ്റുകള്. ഇങ്ങനെ ഈ മാർക്കിന്റെ ഭാഗത്തിന് ഇപ്പൊ അടുത്തില്ലേ ഈ പാത്രം ഇല്ലേ, ഒരു പെണ്ണ് വന്നിട്ടാ ഞാൻ അതിനോട് വെക്കണ്ട പറഞ്ഞു. ഇവിടെ ഒന്നിലും ഉണ്ട് വെക്കണ്ട പറഞ്ഞു. അത് പോണേയില്ല. പിന്നെ വെക്കണ വീഡിയോ എടുക്കുന്നു. ദേഷ്യം പിടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഒന്ന് മാണി പോകണ്ടത്. കുഞ്ഞാക്ക പോവാതെ വീഡിയോ എടുക്കാൻ പറ്റൂല. പുറത്ത് നക്കികളുണ്ടായിരുന്നു. നീ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവരെല്ലാം കൂടി എത്ര എണ്ണ വെക്കോ? നാളെ തുറക്കും പറയും. യു ഡിഡ് ഇറ്റ് ഗേൾ. ഇരുന്നുണ്ടാക്കിട്ടോ പാവം. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. എന്നാ ഫ്രീസറില് വെക്കണ്ടേ? ഫ്രീസറിൽ വെക്കണ്ട. ആദ്യം മാറിറങ്ങ
ഇല്ല, നാളെ ഇങ്ങനെ എടുക്കാൻ പറ്റും വെടിച്ചിട്ട് ഫ്രീസറിൽ വെക്ക്. ആ ഇത് പൊട്ടിപ്പോ ഇതിനുള്ളിൽ ഇരുന്ന അത് വെക്ക്. ഞാൻ വെക്കലെല്ലാം താഴെയാണ് എന്തുണ്ടാക്കിയത്. ഫ്രീസറിൽ വെച്ചാ നല്ല ഇതില് ഈ ഉത്തരവാദി നന്നായില്ലെങ്കിൽ ഷിങ്കോട്ടെ നീ അല്ലേ? അതാ ഐസാവട്ടെ. ഐസായിട്ട് നേരെ ഫ്രഷ് ആയിട്ട് പോയിരിക്കാം. ആണോ? ബൈ പറഞ്ഞോ, അവസാനിപ്പിച്ചോ. എന്നെ ഉറങ്ങട്ടെ. എല്ലാരും ലൈക്ക് ഷെയർ പറ, എല്ലാരും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കലൊക്കെ കുറവല്ലേ? ചെയ്യാൻ പറയും. ബൈ പറ, ബൈ. ചിങ്കു എന്ന ബേക്കിരിക്കുന്ന തട്ടടൂല അതുകൊണ്ടാ. എനിക്ക് വയ്യ കൈസ്, അതുകൊണ്ട് ഞാൻ തട്ടുപൂരിയൊക്കെ അതുകൊണ്ട് വരാത്ത കേട്ടോ. അപ്പൊ ബൈ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇവരെന്ത് ഡോക്ടർമാരാണെന്ന്. ദയവ് വിചാരിച്ച് പറയല്ല. കാരണം ഓലെ ലക്ഷങ്ങൾ കൊടുത്ത് ഓരോ ഉപ്പയമ്മ പഠിപ്പിച്ചതാണ്, ഞങ്ങളല്ല പഠിപ്പിച്ചത്. പോലെ കാണുമ്പോൾ ഓൽക്കൊരു വിഷമം ഉണ്ടാവില്ലേ? സീനില്ല, നമുക്ക് പരീക്ഷ പാസ്സായിട്ട് പറയാം. അതുകൊണ്ട് സൈലന്റ് പാസ്സാവണല്ലോ അല്ലേ? നല്ല പരീക്ഷയിൽ പാസ്സാവും ഞാൻ പറഞ്ഞാൽ ഇവരോട്. എന്നാ ശരി, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.